ഇന്ന് എല്ലാവരും ബോഡി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിക് ഫംഗ്ഷൻസിനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനും എന്തെങ്കിലും ക്രോണിക് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു റെജുവിനേഷനൊക്കെ വേണ്ടിയിട്ട് വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുന്നത് പൊതുവേ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർക്കൊക്കെ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യാം, അതുപോലെ അത് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സും അതുപോലെ എത്ര കാലം വരെ അല്ലെങ്കിൽ എത്ര ഡ്യൂറേഷൻ വരെയൊക്കെ നമുക്കിത് എടുക്കുക എന്നുള്ളതാണ്. ഹൈ, ഞാൻ ഡോക്ടർ ആര്യ, നാച്ചുറോപ്പത്തിക് ഫിസിഷ്യൻ, ഡോക്ടർ ഡയറ്റ്. അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. വാട്ടർ ഫാസ്റ്റിംഗ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ത്രൂ ഔട്ട് ദ ഡേ വെള്ളം മാത്രം കുടിച്ചിട്ടെടുക്കുന്ന ഒരു രീതിയാണ് ഈ വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും എല്ലാ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരും ഇത് എടുക്കുന്നത് പൊതുവെ കണ്ടുവരാറുണ്ട്. എന്നാൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണെന്നോ അല്ലെങ്കിൽ അതിന് എന്തൊക്കെ രീതിയിലാണ് നമ്മൾ മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ അതിന് ശേഷം ഒരു ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്നൊന്നും പൊതുവെ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഈ ഫാസ്റ്റിംഗ് തന്നെ നമ്മൾ പല രീതിയിൽ ചെയ്യുന്നത് ഇന്ന് കണ്ടുവരാറുണ്ട്. അതായത് നമുക്കറിയാം ഓരോരോ രീതിയിലാണ്. അതായത് പൊളിറ്റിക്കൽ ഫാസ്റ്റിംഗ്സ് ഉണ്ട്, റിലീജിയസ് ഫാസ്റ്റിംഗ്സ് ഉണ്ട്, അതുപോലെ നമ്മൾ ഹെൽത്ത് പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫാസ്റ്റിംഗ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഫാസ്റ്റിംഗ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപവാസം പോലെയോ ഒക്കെ ചെയ്യുന്നതാണ് ഈ പൊളിറ്റിക്കൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് നമ്മളൊരു പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഈ പൊളിറ്റിക്കൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ റിലീജിയസ് ഫാസ്റ്റിംഗ് ആണെങ്കിൽ ഓരോ റിലീജിയനും ഓരോ രീതിയിൽ ഫാസ്റ്റിങ്സ് ഒരു പെർട്ടിക്കുലർ മന്തിൽ നമുക്കറിയാം ഓരോ രീതിയിൽ ഓരോ മതത്തിലും ഓരോ രീതിയിലാണ് ഇത് ബിലോങ്ങിങ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ എടുക്കുന്നതാണ് ഈ റിലീജിയസ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് അതൊരു ഡിവോഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു ഫാസ്റ്റിംഗ് എടുക്കുന്നത്. ഇനി നമ്മൾ ഹെൽത്ത് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഫാസ്റ്റിങ്സിൽ വരുന്നതാണ് നമ്മുടെ വാട്ടർ ഫാസ്റ്റിംഗ്, അതുപോലെ തന്നെ നമ്മുടെ മോണോ ഡയറ്റ് അല്ലെങ്കിൽ ജ്യൂസ് ഫാസ്റ്റിംഗ്, ഇനി അത് അല്ലെങ്കിൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹെൽത്ത് ബെനിഫിറ്റ്സിനും അതുപോലെ റെജുവിനേഷനൊക്കെ വേണ്ടിയിട്ടാണ് പൊതുവെ എടുത്തു വരുന്നത്. ഇതിൽ ഈ വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സോളിഡ് ആയിട്ടോ അല്ലെങ്കിൽ 0 കാലറി ആയിട്ടാണ് നമ്മൾ അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കാതെ, അതായത് നമ്മൾ വെള്ളം മാത്രം കുടിച്ചിട്ട് പോകുന്നൊരു കാര്യമാണ് ഈ വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് അന്നത്തെ ദിവസം അല്ലെങ്കിൽ വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് ഒരു 3 to 4 liters അല്ലെങ്കിൽ 2 to 3 liters ഓഫ് വാട്ടർ മാത്രം എടുത്തിട്ടായിരിക്കും നമ്മൾ വാട്ടർ ഫാസ്റ്റിംഗ് കൊണ്ടുപോകുന്നത്. അന്നത്തെ ദിവസം നമ്മൾ 0 കാലറി ആണ്, നോ സോളിഡ് ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ വേറെ ജ്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ തിക്കായിട്ടുള്ള കാര്യങ്ങളോ ഫ്രൂട്ട്സ് ആയിട്ടോ പോലും ഒന്നും തന്നെ എടുക്കുന്നില്ല. ഫാസ്റ്റിങ്ങിൻ്റെ ഡ്യൂറേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് 24 മണിക്കൂർ തൊട്ട് ഒരു 3 ദിവസം വരെ എടുക്കുന്നതൊക്കെ നോർമലായിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ്. റിസർച്ചസ് പ്രകാരം നമ്മൾ 21 ദിവസം വരെ എടുത്ത വാട്ടർ ഫാസ്റ്റിംഗ് ആണ് ഏറ്റവും ഡ്യൂറേഷനായിട്ട് പറയുന്നത്. അതല്ലാതെ നമ്മൾ പൊളിറ്റിക്കൽ ഫാസ്റ്റിങ്സ് ഒക്കെ ഇയേഴ്സോളം എടുത്തിട്ടുള്ള ഹിസ്റ്ററീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിലൊരു ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന മെയിൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്ന നമ്മുടെ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതിന് ഫാറ്റ് ഫോമിലായിട്ടാണ് നമ്മുടെ ബോഡി സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഫാറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ സ്റ്റോർഡ് ഫോം ഓഫ് എനർജിയാണ്. ഈ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാനും നമുക്ക് എല്ലാ പ്രൊസീജിയേഴ്സ് നമ്മുടെ കോൺസെൻട്രേഷൻ ആണെങ്കിലും നമ്മുടെ തിങ്കിങ്ങിനാണെങ്കിലും ഒക്കെ നമ്മൾ എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് ഈ സ്റ്റോർഡ് ഫോം ഓഫ് ഫാറ്റിനെയാണ്. അപ്പം നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റിനെ ബേൺ ചെയ്തിട്ടാണ് നമ്മൾ ആ സമയത്ത് നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ അല്ലെങ്കിൽ ആ എനർജി നമ്മൾ യൂട്ടിലൈസ്ഡ് ആവുന്നത്. നമ്മുടെ ബോഡിയിൽ എത്രത്തോളം ഫാറ്റ് ബേൺ ആവുന്നു അത്രത്തോളം എമൗണ്ട് ഓഫ് വെള്ളം നമുക്ക് റിക്വയർഡ് ആണ്. അപ്പം നമ്മൾ ഇത്തരത്തിലൊരു ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡീനെ അടിഞ്ഞുകൂടിയിരിക്കുന്ന പല രീതിയിൽ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒബേസിറ്റിയുള്ള കണ്ടീഷനിലും അല്ലെങ്കിൽ ഫാറ്റ് പല ഭാഗങ്ങളിലായിട്ട് അക്യുമുലേറ്റഡ് ആയിരിക്കുന്ന കണ്ടീഷൻസിലൊക്കെ ഇത്തരത്തിലൊരു പ്രിൻസിപ്പിളിലാണ് നമ്മൾ വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുന്നത്. സോ യൂഷ്വലി നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന സ്റ്റോർഡ് ആയിട്ടുള്ള ഫാറ്റിനെ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഫാറ്റിനെ നമ്മൾ യൂട്ടിലൈസ്ഡ് ആവുകയും നമ്മുടെ വെയിറ്റ് ഒരു പരിധി വരെ ഒരു 600 to 800 grams വരെ ഡെയിലി ബേസിസിൽ റെഡ്യൂസ് ആവുന്നുണ്ടെന്നും നമുക്ക് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മൾ വാട്ടർ ഫാസ്റ്റിങ്ങിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഫാറ്റ് ബേൺ ചെയ്യാൻ നമ്മൾ കുടിക്കുന്ന വെള്ളം നമുക്ക് ആവശ്യമാണെന്ന്. അപ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടൊരു ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ മസിലിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വെള്ളമാണ് നമ്മുടെ ഈ ഫാറ്റിനെ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കേണ്ടത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ
ഭക്ഷണത്തിന് അതായത് നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുന്നതിന് മുമ്പായിട്ട് ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് വേണം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ നാളെയാണ് നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കാൻ പോകുന്നതെങ്കിൽ ഇന്ന് ഒരു ഉച്ചയോടുകൂടി നമ്മുടെ മെയിൻ മീലും കാര്യങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഹൈ കാലോറി ആയിട്ടുള്ള ലാർജ് എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അതോടെ നമ്മൾ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമ്മളൊരു ഈവനിങ് തൊട്ട് അല്ലെങ്കിൽ ഒരു നൈറ്റ് ടൈമിലൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ജ്യൂസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ കഴിച്ച്, അതും അല്ലെങ്കിൽ ബ്ലാൻഡ് ആയിട്ട് കിച്ചടി ഫോമിലൊക്കെ ഭക്ഷണം പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് നമ്മൾ പ്ലെയിൻ ആയിട്ട് നമ്മൾ വെള്ളം മാത്രമാണ് കുടിക്കുന്നത്. സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ നമുക്ക് ഒരുപാട് ഇറിറ്റേഷൻസ് ഒക്കെ ചില ആൾക്കാരിൽ വരാം, ഗ്യാസ്ട്രിക് ഇഷ്യൂസും അല്ലെങ്കിൽ പുളിച്ച് കയറി വരാൻ, നെഞ്ചരിച്ചിലുള്ള പോലെ ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ വരാം. കാരണം ലോങ് ടേം ആയിട്ട് നമ്മൾ വെള്ളം മാത്രം എടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ക്ഷീണവും അസോസിയേറ്റഡ് ആയിട്ടൊക്കെ വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സ്റ്റാർട്ടിങ്ങിൽ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ ഫാസ്റ്റിംഗ് എടുത്ത് തുടങ്ങുന്ന സമയത്ത് രാവിലെ തൊട്ട് നമ്മൾ പിന്നെ വെള്ളം മാത്രമാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ 24 hours മാത്രമാണ് നമ്മൾ വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുന്നതെങ്കിൽ ആ ഒരു 24 മണിക്കൂറിൽ നമ്മളൊരു 3 ലിറ്റർ വെള്ളത്തോളം കുടിച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേ രാവിലെ നമ്മൾ തിരിച്ച് നമ്മുടെ റൊട്ടീനിലേക്ക് കയറുന്ന സമയത്ത് ബ്ലാൻഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. പ്രധാനമായിട്ട് മൈൽഡ് ആയിട്ടുള്ള ജ്യൂസസ്, ഫ്രൂട്ട് ജ്യൂസസ്, നമുക്ക് മുസമ്പിയോ ഓറഞ്ചോ അല്ലെങ്കിൽ ലെമൺ ഹണിയോ ഒക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരിക്കലും തിക്ക് ജ്യൂസസിലേക്ക് പെട്ടെന്ന് തന്നെ പോകരുത്. അതിനുശേഷം നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം. അതിനുശേഷം മാത്രമാണ് നമ്മൾ ബോയിൽഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളിലേക്കൊക്കെ പോകാൻ പാടുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 5 to 6 hours ശേഷം മാത്രം നിങ്ങൾ ബോയിൽഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതും ബ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഹെവി മസാലാസോ സ്പൈസസോ ഒന്നും ആഡ് ചെയ്യാതെ കുറച്ച് ബ്ലാൻഡ് ആയിട്ട് നമ്മുടെ വെജിറ്റബിൾസോ കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തത് കഴിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഹൈ കലോറി ആയിട്ടുള്ള ഭക്ഷണങ്ങളിലേക്ക് കഴിക്കാൻ പാടുള്ളൂ. ഇത്തരത്തിൽ നമ്മൾ വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചേഞ്ചാണ് ഓട്ടോഫേജി എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ബോഡിയിലുള്ള സെൽസിനൊക്കെ റീജനറേഷൻ സംഭവിച്ചിട്ട് അത് പുതിയ സെൽസ് ഫോം ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ഓട്ടോഫേജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊസീജിയർ ചിലപ്പോൾ സ്റ്റക്ക് ആയിരിക്കുന്ന സമയത്ത് നമ്മളൊരു വാട്ടർ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കിത് ഒരു ഫാസ്റ്റ് പ്രോസസ്സായിട്ട് നടക്കാനൊരു ടെൻഡൻസി ഉണ്ടാവുകയും അതുപോലെ തന്നെ ഫർദർ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇതുവഴി വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാനും നമ്മുടെ ഇൻസുലിൻ മെറ്റബോളിസത്തിനൊക്കെ ഒന്ന് സ്പീഡപ്പ് ആക്കാനും ഒക്കെ ഇതുവഴി സാധിക്കുന്നുണ്ട്. അതുവഴി നമുക്ക് ഡയബറ്റിക് പോലുള്ള കണ്ടീഷൻസും പ്രീ ഡയബറ്റിക് സ്റ്റേറ്റിൻ്റെ ഒക്കെ ഒരു പരിധി വരെ നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ഓൾമോസ്റ്റ് ഒരു 600 to 800 grams വരെ നമുക്ക് വെയിറ്റ് റിഡക്ഷൻ ഡെയിലി ബേസിസിൽ നമ്മൾ വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് നടക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു 3 weeks ഒക്കെ കൂടുന്ന സമയത്ത് വൺസ് ഇൻ എ വൈലൊക്കെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 2 weeks വൺസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട്, അതായത് നമ്മുടെ ഒബേസിറ്റി പോലുള്ള കാര്യങ്ങൾ, ഫാറ്റ് ഒരുപാട് അക്യുമുലേറ്റ് ആവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധി വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവഴി സാധിക്കും. അതുപോലെ ഒന്ന് തന്നെയാണ് നമ്മൾ വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ലെപ്റ്റിൻ സെൻസിറ്റിവിറ്റി കൂടുന്നു. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ലെപ്റ്റിൻ ഗ്രെനിൻ എന്ന് പറഞ്ഞ ഹോർമോൺസ് ആണ് നമ്മുടെ ബോഡിയിൽ വിശപ്പ് കാര്യങ്ങൾ, അപ്പറ്റൈറ്റും ഹങ്കറും ഒക്കെ കൺട്രോൾ ചെയ്യുന്നതും നമുക്ക് വിശപ്പിൻ്റെ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കുന്നതും ഒക്കെ ഇത്തരത്തിലുള്ള ഹോർമോൺസ് ആണ് നമുക്കറിയാം. അപ്പം അതായത് ഡയബറ്റിക് കണ്ടീഷൻസിലും ഒബേസിറ്റിയിലെ കണ്ടീഷൻസിലൊക്കെ ഈ ലെപ്റ്റിൻ്റെ ആക്ടിവിറ്റി ഒരു പരിധി വരെ കുറവായിരിക്കും. ഇത്തരം സാഹചര്യത്തിൽ എന്താ നടക്കുക, നമ്മൾ ഇങ്ങനെ എക്സസ് ആയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും, നമുക്ക് മതി എന്നുള്ളൊരു ഫീലിംഗ് വരില്ല. അപ്പം നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും ആ സമയത്ത്. അപ്പം ഒരു പരിധി വരെ ലെപ്റ്റിൻ സെൻസിറ്റിവിറ്റി കൂട്ടാൻ ഈ ഒരു വാട്ടർ ഫാസ്റ്റിംഗ് വഴി നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിന് ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവഴി സാധിക്കും. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടോ സ്ട്രെസ് കൊണ്ടോ നമുക്ക് ഉണ്ടാകുന്ന ടെൻഷൻസ് കാര്യങ്ങൾ കൊണ്ടോ അതും അല്ലെങ്കിൽ നമ്മുടെ എൻവിറോൺമെൻറ്റൽ ചേഞ്ചസ് കൊണ്ടൊക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനൊക്കെ ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാനും ഇതുവഴി നമുക്ക് സാധിക്കും. ഇനി ആർക്കൊക്കെ ഇത്തരത്തിലൊരു വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യാം? പ്രധാനമായിട്ട് ഒരു 20 തൊട്ട് 45 വയസ്സ് വരെയുള്ള ആൾക്കാരിൽ നമുക്കൊരു 21 ദിവസം കൂടുമ്പോൾ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. അതായത് അവർക്ക് എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ ഇല്ലെങ്കിൽ, അതുപോലെ നമ്മൾ മെഡിസിൻസ് ഒന്നും എടുക്കുന്നില്ലെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ നമുക്ക് നോർമലി ചെയ്യാൻ പറ്റുന്നത്. ഇനി അവരെന്തെങ്കിലും മെഡിസിൻസോ അല്ലെങ്കിൽ ഡിസീസ് കണ്ടീഷൻസോ ഉണ്ടെങ്കിൽ അവരുടെ ഡോക്ടറിൻ്റെ സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലൊരു കണ്ടീഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഫാസ്റ്റിംഗ് എടുക്കേണ്ടതായിട്ടുള്ളൂ. കുട്ടികൾ പൊതുവെ എടുക്കാത്തതാണ് നല്ലത്. ബിലോ 18 ഇയേഴ്സുള്ള ആൾക്കാർ അധികം റെക്കമെൻഡ് അല്ല ഇത്തരത്തിലൊരു ഫാസ്റ്റിംഗ് എടുക്കാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവറായിട്ട് എക്സസൈസ് എനർജിയും കാര്യങ്ങളും നമ്മുടെ ഒരുപാട് ഹോർമോണൽ ആക്ടിവിറ്റീസും നമ്മുടെ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസും ഒക്കെ നടക്കുന്നത്, നമ്മുടെ മെറ്റബോളിക് ഫംഗ്ഷൻസ് ഒക്കെ ഒരുപാട് നടക്കുന്നത് ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പം ഇത്തരത്തിലൊരു വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിനുള്ളൊരു എനർജി ലോസ് ആവുകയും അത് നമുക്ക് ഫർദർ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രഗ്നൻസി അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് മദേഴ്സ് ഒരു പരിധിവരെ എടുക്കാത്തതാണ് നല്ലത്. കാരണം കുട്ടിക്കുള്ള ന്യൂട്രീഷൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അവരായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു ഫാസ്റ്റിംഗ് എടുക്കാത്തതാണ് നല്ലത്. അതുപോലെ തന്നെ 45+ ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാർ അവർ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലൊരു ഫാസ്റ്റിംഗ് എടുക്കേണ്ടതായിട്ടുള്ളൂ. വാട്ടർ ഫാസ്റ്റിംഗ് എന്താണെന്നും എങ്ങനെയൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടതെന്നും അതുപോലെ ഏതൊക്കെ ആൾക്കാരിലാണ് എടുക്കേണ്ടതെന്നൊക്കെ നമ്മളിപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.